ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1892. ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി, 65-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പെന്ന വാക്കിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ? നോവുക എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതാണ് ആ വാക്ക്. നൊയ് അധികം അൻപ്, അങ്ങനെ ആ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന നോയമ്പ്. അത് പതിയെ ലോപിച്ച് നോമ്പായി. നോമ്പ് നോൽക്കുക എന്നാണ് നമ്മൾ പറയുക. വാക്കിന്റെ ഉൽപ്പത്തിയിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥം എന്താണ്? നൊന്ത് സ്നേഹിക്കുക എന്നത്രേ. സ്നേഹത്തിന്റെ ആഴമളക്കാനുള്ള മാനദണ്ഡമാണ് സത്യത്തിലെ സഹനം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുയേശുവും പറയുന്നുണ്ട് ഇതേ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിൽ, സ്നേഹിതർക്കു വേണ്ടി ജീവനെ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വാക്കിന്റെ ഉറവിടം തേടുമ്പോൾ കിട്ടുന്ന അർത്ഥം ഇതാണെങ്കിലും നോമ്പെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഇതൊന്നുമല്ല തെളിയുന്നത്. വർജിക്കേണ്ട കുറെ ആഹാരങ്ങളെ കുറിച്ചാണ്, പിന്നെ സ്വീകരിക്കേണ്ട ചില ആചാര രീതികളെ കുറിച്ചാണ്, ഏറെയുള്ള പ്രാർത്ഥനകളുടെ ഭാരത്തെക്കുറിച്ചാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തിനിടയിൽ വെട്ടുക്കിളി വല്ലാതെ ശല്യം ചെയ്തപ്പോൾ ആ മഹാമാരി നേരിട്ട അവസരത്തില് യോയേൽ പ്രവാചകൻ വഴി ദൈവം തരുന്നൊരു ആഹ്വാനമുണ്ട്. യോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരും. സത്യത്തിൽ ഇതാണ് ഉപവാസം, വിലാപം, നെടുവീർപ്പ് മുതലായ എല്ലാം ബാഹ്യ പ്രവൃത്തികളായി മാറുന്നുണ്ട്. ആഴമേറിയ ആത്മീയ ഭാവങ്ങളായി അത് മാറേണ്ടതല്ലേ? ശരിക്കും പറഞ്ഞ ഹൃദയം ഒന്ന് സ്വയം കീറേണ്ടതാണ്. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടതെന്ന് പറയുമ്പോൾ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് ഹൃദയം നൊന്ത് കരയുക. വഴി മാറി നടന്നെങ്കിൽ നേരായ വഴി കണ്ടുപിടിച്ച് നടക്കാനായിട്ട് ശ്രമിക്കുക. ഓർത്തു നോക്കിക്കേ, ഓരോരോ മഹാമാരികൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഇന്നും അതുകൊണ്ട് നോമ്പാചരണം ഏറെ പ്രസക്തമാകുന്നു. സഹജീവികളെ സ്നേഹിപ്പാനായിട്ട്, സ്വയം ഒന്ന് ചില സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട്, ആ സ്നേഹത്തിന്റെ പേരിൽ ആവശ്യമായ സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കാനായിട്ട്, അങ്ങനെ നോമ്പ് നമ്മളെ കുറെ കൂടി ദൈവ മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. ആമേൻ.